പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളായ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 CPM നേതാക്കൾ ജയിൽ മോചിതരായി. ഇവരുടെ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടയുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. പുറത്തിറങ്ങിയ ഇവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കോടതി ശിക്ഷ മരവിപ്പിച്ച ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേരെയും മാലയിട്ടും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും സ്വീകരിച്ചത്. പി ജയരാജൻ, എം വി ജയരാജൻ, CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ എന്നിവരും ജയിലിലെത്തിയിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഗൂഢാലോചനയില്ലെന്നും CPM നേതാക്കളായതുകൊണ്ടാണ് കേസിൽ കുടുക്കിയതെന്നും കെ വി കുഞ്ഞിരാമൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കെ വി കുഞ്ഞിരാമനെ കൂടാതെ CPIM നേതാക്കളായ കെ മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, കെ വി ഭാസ്കരൻ എന്നിവരാണ് ജയിൽ മോചിതരായത്. ജില്ലയിലേക്കെത്തിയ നേതാക്കൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഷാൾ അണിയിച്ചും മുദ്രാവാക്യം വിളിച്ചുമാണ് സ്വീകരിച്ചത്. പെരിയ കേസിൽ പാർട്ടി നേതാക്കളെ പ്രതികളാക്കി CPIM ഒരു കൊലയാളി രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ജില്ലയിലുണ്ടായത്. നുണകളുടെ പെരുങ്കോട്ട തകർന്നു വീണ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഉണ്ടായതെന്നും കുറ്റക്കാരായി പ്രഖ്യാപിച്ചപ്പോഴും ശിക്ഷിക്കപ്പെട്ടപ്പോഴും വിധിയെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്താത്തത് പ്രാഥമിക കോടതിയുടെ വിധിയായതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുള്ളതുകൊണ്ടും ഞങ്ങളാരും ഈ കുറ്റത്തിന്റെ ഭാഗമല്ല എന്നുള്ളതുകൊണ്ടും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും കെ വി കുഞ്ഞിരാമൻ ഉദുമയിൽ പ്രതികരിച്ചു. ഈ കേസിൽ ഞങ്ങളെയെല്ലാം പ്രതികളാക്കിയപ്പോഴും ഈ 2024 ഡിസംബർ 28 ഞങ്ങളെയൊക്കെ കുറ്റക്കാരായി പ്രഖ്യാപിച്ചപ്പോഴും 2025 ജനുവരി മാസം 3-ാം തീയതി ഞങ്ങൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെടുകയുമെല്ലാം ചെയ്തപ്പോഴും ഞങ്ങൾ ആ വിധിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് ഒരു ചാനലിന് മുമ്പിലും സന്നദ്ധരായിരുന്നില്ല. കാരണം അത് പ്രാഥമിക കോടതിയുടെ വിധിയാണ്. ഞങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുണ്ട് എന്ന് ബോധ്യമുള്ളതുകൊണ്ടും ഞങ്ങളാരും ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷക്കനുസരിച്ച് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നൽകിയ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുമുള്ള വിധി ഉണ്ടായിട്ടുള്ളത്. പോരാട്ടം തുടരേണ്ടതുണ്ട്. നിയമപരമായി ഞങ്ങൾ പൂർണ്ണമായും കുറ്റവിമുക്തരാവുന്നതുവരെ നീതിപീഠത്തിൻ്റെ എല്ലാ ശ്രേണികളെയും സമീപിക്കാൻ തീർച്ചയായും ഞങ്ങൾ ശ്രമിക്കും. ഈ ആരോപണവേളയിലൊക്കെ ഉറച്ച് പാർട്ടിയുടെ കൂടെ നിൽക്കുകയും ഇതിനെ എല്ലാ നിലയിലും സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിൽ വലിയ ബഹുജന പിന്തുണയും അംഗീകാരവുമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും. നിയമപരമായി പൂർണ്ണമായും കുറ്റവിമുക്തരാകുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും കെ വി കുഞ്ഞിരാമൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് കരുതുന്നില്ലെന്നും CPIM നേതാക്കൾ എന്ന നിലയിൽ CBI ബോധപൂർവം കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നും കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. CBI ബോധപൂർവം പാർട്ടി നേതാക്കന്മാരെന്നുള്ള നിലയിൽ ഞങ്ങളെ ഉൾപ്പെടെ പ്രതികളാക്കിക്കൊണ്ട് കേസെടുക്കുകയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ആ ഗൂഢാലോചനയാണ് ഇതോടുകൂടെ ഏറെക്കുറെ പൂർണ്ണമായും ഇല്ലാതായത്. CBI അറസ്റ്റ് ചെയ്ത 10-9 പേരും 5 പേരെ നേരത്തെ കുറ്റവിമുക്തരാക്കി ഞങ്ങൾക്ക് 4 പേർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പൂർണ്ണമായും കുറ്റവിമുക്തരായി പൊതുസമൂഹത്തിന് മുമ്പാകെ വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പെരിയ കേസിൽ ഞങ്ങളെ ബന്ധപ്പെടുത്താൻ ഒരു തുമ്പുപോലുമില്ല എന്ന് CBIക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം പ്രതികളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി എന്ന കള്ളക്കഥയുണ്ടാക്കുകയായിരുന്നു.
അതിന് പാർട്ടി നേതാക്കൾ നേതൃത്വം കൊടുത്തുവെന്ന് ആരോപിച്ച് കൊലപാതകവുമായി ഞങ്ങളെ ബന്ധപ്പെടുത്താൻ CBI ശ്രമിക്കുകയായിരുന്നുവെന്നും കെ മണികണ്ഠൻ പറഞ്ഞു. ഞങ്ങൾ ഒരു തരത്തിലും ഈ കേസിൽ ബന്ധപ്പെടുത്താൻ തെളിവിൻ്റെ ഒരു പുൽക്കൊടുത്തുമ്പ് പോലും ഇല്ല എന്ന് CBIക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ആരോ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നൊരു കള്ളക്കഥയുണ്ടാക്കി അതിന് പാർട്ടി നേതാക്കൾ നേതൃത്വം കൊടുത്തു എന്ന രീതിയിൽ ചിത്രീകരിച്ച് ഈ കൊലപാതകവുമായി ഞങ്ങളെ ബന്ധപ്പെടുത്താൻ CBI ശ്രമിച്ചത്. അതിൽ യാതൊരു വസ്തുതയില്ല എന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ വ്യാപകമായ പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാഥമികമായ വിധി വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ആ ശിക്ഷ റദ്ദ് ചെയ്ത് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കോടതിയിൽ നിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ന്യായമായും നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒട്ടേറെ കള്ളക്കേസുകളും ഇതുപോലെ തെറ്റായ രീതിയിൽ കേസിൽപ്പെടുത്തി രാഷ്ട്രീയപരമായ രീതിയിലേക്കുള്ള പ്രചരണം നടത്തുകയും ചെയ്തിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്കിതിനു മുമ്പും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി കോൺഗ്രസും UDF എല്ലാം ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. CPIM നേതാക്കളെ കള്ളക്കേസിൽപ്പെടുത്തിയ സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഇതിനെ കോൺഗ്രസും UDFും ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നും മണികണ്ഠൻ പ്രതികരിച്ചു. അപ്പീലിൽ അന്തിമ ഉത്തരവ് വരും വരെയാണ് ശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിച്ചത്. 5 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു CBI കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചത്. കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായിരുന്നു ശിക്ഷ. ഇവരും വൈകാതെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ഉദുമ.